Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ ആദ്യത്തെ ന്യൂസ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീംസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. ഇറ്റ് ഇസ് എ വെരി ഹൈലി റെലവൻറ്റ് ഫോർ UPSC ബിക്കോസ് ഇറ്റ് കണക്ട്സ് ടു മൾട്ടിപ്പിൾ പാർട്സ് ഓഫ് ദ സിലബസ്. അതായത് ഗവർണൻസും പോളിറ്റിയും വെൽഫെയർ സ്കീംസൊക്കെ വരുന്ന GS പേപ്പർ 2-ലാണ്. ആ ഒരു പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ എക്കണോമി എംപ്ലോയ്മെൻ്റ് ഒക്കെ വരുന്നത് GS പേപ്പർ 3-ലാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് GS പേപ്പേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. GS പേപ്പർ 1-ൽ സൊസൈറ്റിയിൽ ഈ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എല്ലാം വരുന്നത് GS പേപ്പർ 1-ലാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷനിലൊക്കെ എടുത്തവർക്ക് അവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അവർക്ക് പേപ്പർ 2-ലും പേപ്പർ 1-ലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, പേപ്പർ 1-ലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ റോളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ക്യാപിറ്റലും അതേപോലെ ലൈക്ക് ബാലൻസിങ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ഇൻട്രസ്റ്റ് ആൻഡ് ഓൾ, അതെല്ലാം വരുന്ന പേപ്പർ 1-ലാണ്. ഈ ഇക്വിറ്റി, എഫിഷ്യൻസി, ഇൻക്ലൂസിവിറ്റി, പബ്ലിക് പോളിസീസിൽ വേണ്ട ഈ സാധനങ്ങളെ പറ്റിയിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ പേപ്പർ 1-ൽ വരുന്നുണ്ട്. പബ്ലിക് സെക്ടറും പിന്നെ ഈ ലേബർ പോളിസീസും സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനും ഒക്കെ പേപ്പർ 2-ൽ വരുന്നുണ്ട്. Okay, it illustrates how policy implementation can be biased towards certain stakeholders and all. So let's move on to the news. ഈ ഒരു ELI സ്കീം ഇത് ലോഞ്ച് ചെയ്തത് ജൂലൈ 1-ാം തീയതിയാണ്. ഓക്കെ, ഒരു എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ലോഞ്ച് ചെയ്തത് ജൂലൈ 1-ാം തീയതി 2025. ഇതിന് ഏകദേശം ബജറ്റായിട്ട് ഏകദേശം ഒരു 99,446 crore മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ഒരു സ്കീമിലൂടെ ഇതിനൊരു മെയിനായിട്ടൊരു ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ കമ്പനീസിന് ഒരു റിവാർഡ് കൊടുക്കുക എന്നുള്ളതാണ്. എത്രത്തോളം ആൾക്കാരെ അവർ ഹയർ ചെയ്യുന്നുണ്ടോ, അവർ ആ ഒരു പണിക്ക് എടുക്കുന്നുണ്ടോ, എസ്പെഷ്യലി മാനുഫാക്ചറിങ് സെക്ടറിലാണ്. ആ കമ്പനീസിന് ആ ഒരു റിവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണത് ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്നുള്ളത്. ഇന്ത്യയുടെ ജോബ് മാർക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഗ്യാപ്പുകൾ കാണാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ ആൾക്കാരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മെഷീൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, മെഷീൻസ് ഗെറ്റ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ദാൻ വർക്കേഴ്സ്. ഫോർമൽ ജോബ്സും ഇൻഫോർമൽ ജോബ്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇറ്റ് ഈസ് വെരി അൺഈവൺ. ഓക്കെ, പിന്നെ ഒരുപാട് വർക്കേഴ്സ് ദേ ഡോണ്ട് ഹാവ് ദി റൈറ്റ് സ്കിൽ ഫോർ അവൈലബിൾ ജോബ്, എസ്പെഷ്യലി ഫോർ ലോ സ്കിൽഡ് വൺസ്. പിന്നെ മെയിനായിട്ട് ഇവിടെ വരുന്ന ഒരു മെയിൻ ക്രിറ്റിസിസം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ELI സ്കീം ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എംപ്ലോയേഴ്സിനെയാണ്. ഓക്കെ, വർക്കേഴ്സിനേക്കാളും കൂടുതൽ എംപ്ലോയേഴ്സിനെയാണ് ഈ ഒരു സ്കീം, അവർക്കാണ് ഉപകാരപ്രദമായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇറ്റ് മൈറ്റ് നോട്ട് സോൾവ് ദ റിയൽ ജോബ് പ്രോബ്ലംസ് ഹിയർ. എംപ്ലോയർ സെൻട്രിക് ആണ്, അതായത് കമ്പനീസിന് കൂടുതൽ പൈസ കൊടുക്കുകയാണ്. ആ ഒരു സ്കിൽ ഗ്യാപ്പ് ഇവിടെ ഫിക്സ് ആവുന്നില്ല. ഓക്കെ, ഇറ്റ് മൈറ്റ് മേക്ക് ദി കമ്പനീസ് മോർ പവർഫുൾ ഓവർ വർക്കേഴ്സ്. ആ ഒരു വേജ് ഗ്യാപ്പ് അത് കുറച്ചും കൂടി വൈഡൻ ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് ഇറ്റ് കുഡ് ഹേർട്ട് ദി ലോ സ്കിൽഡ് ആൻഡ് ഇൻഫോർമൽ വർക്കേഴ്സ്. ഓക്കെ, ദ മോസ്റ്റ്, അവർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം. പിന്നെ വളരെ വലിയൊരു സ്കിൽ മിസ്മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ മോസ്റ്റ്ലി ഗ്രാജുവേറ്റ്സ് ഒക്കെ അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതനുസരിച്ചുള്ള ജോലിയല്ല അവരിവിടെ എടുക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലൊരു പൊതുവെ ഉള്ളൊരു സ്വഭാവമാണത്. മോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആർ ഇൻ ദ ജോബ് മാച്ചിങ് ദെയർ ക്വാളിഫിക്കേഷൻ. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ ലോ സ്കിൽ വർക്കാണ് അവർക്ക് കിട്ടുന്നത്. ആൻഡ് വളരെ ലൈക്ക് വെരി ഫ്യൂ യൂത്ത് ഹാവ് എ ഫോർമൽ ജോബ് ട്രെയിനിങ്. ഓക്കെ, അപ്പോൾ ഒരു സ്കിൽ ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സബ്സിഡീസ് കമ്പനീസിന് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇൻഫോർമൽ വർക്കേഴ്സിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു പരിപാടിയാണത്. ഓക്കെ, ഈ EPF ഒക്കെ ഉണ്ടല്ലോ, അതായത് ഈ എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത കമ്പനീസ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ആവുള്ളൂ ഈ ELI സ്കീമിൽ. 90% ഓഫ് വർക്കേഴ്സ് ഇൻ ദി ഇൻഫോർമൽ സെക്ടർ ഈസ് അവോയ്ഡഡ് ഫ്രം ദി സ്കീം. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ പൈസ ഇറ്റ് ഗോസ് ടു ബെറ്റർ ഓഫ് ബിസിനസ്സസ്, നോട്ട് ദ പൂറസ്റ്റ് വർക്കേഴ്സ്. വളരെ ഫേക്ക് ജോബുകളുടെ ആ ഒരു റിസ്ക് ഇവിടെ കൂടി വരുന്നുണ്ട്. ഓക്കെ, പഴയ തൊഴിലവസരങ്ങളുടെ ആ ഒരു പേര് റീനെയിം ചെയ്തിട്ട് പുതിയതാക്കിയിട്ട് സബ്സിഡി വാങ്ങിക്കാൻ നോക്കും നമ്മുടെ ആൾക്കാർ. മെനി ക്രിയേറ്റ് ജോബ്സ് വിത്തൗട്ട് റിയൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ്. ഓക്കെ, വളരെ വലിയൊരു വൈഡർ ഇൻഇക്വാലിറ്റി നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇവിടെ ഇൻഫോർമൽ സെക്ടേഴ്സിനെ സ്കിപ്പ് ചെയ്തിട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഈ ഒരു മെഷീൻ ഹെവി ഇൻഡസ്ട്രീസിലോട്ടാണ്. അവരെയാണ് സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത്. ഇതാ ഒരു റിച്ച് പുവർ ഗ്യാപ്പ് കുറച്ചും കൂടി വലുതാക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മാനുഫാക്ചറിങ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ ജോബ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ്. ഓക്കെ, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ട്രൂ എനി മോർ. മണി ഇറ്റ് ഈസ് ഇൻ ദ റോങ് ഹാൻഡ്സ്. Okay, the big budget it might go to already secure companies instead of helping the unemployed. ഓക്കെ, ഇപ്പോൾ ഈ വലിയ ബഡ്ജറ്റ് ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ 99,000 crores ബഡ്ജറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല കാര്യമൊക്കെ തന്നെയാണ്, തൊഴിൽ ഉദ്ദേശിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ സംഭവം പ്രാവർത്തികമാവും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്.
ഓക്കെ. സോ ഓൾറെഡി സെക്യൂർ ആയിട്ടുള്ള കമ്പനീസിന് അവർക്ക് പിന്നെയും കുറച്ച് പൈസയൊക്കെ കിട്ടുന്നല്ലാണ്ട് ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇത് സഹായിക്കുമോ എന്നുള്ള കാര്യം സംശയകരമാണ്. ഓക്കെ. പിന്നെ ആ ഒരു ലോ പ്രൊഡക്ടിവിറ്റി ട്രാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് കുഡ് ക്രിയേറ്റ് മോർ ലോ പേ ലോ സ്കിൽ ജോബ്സ്, ഓക്കെ, വിതൗട്ട് റിയൽ ഇംപ്രൂവ്മെന്റ് ഇൻ വർക്കർ സ്കിൽസ് ഓർ ഔട്ട്പുട്ട്. ഇവിടെ ഒരു വേ ഫോർവേഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ആദ്യം നമ്മൾ സ്കിൽസ് ആണ് ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, ട്രെയിനിങ്ങിലാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് വി മസ്റ്റ് ഡു ദി അപ് സ്കില്ലിംഗ് ആൻഡ് വി മസ്റ്റ് ഇറ്റ് ഷുഡ് ബി മാച്ചിങ് ദി എഡ്യൂക്കേഷൻ വിത്ത് ദ റിയൽ ജോബ് നീഡ്സ്. ഓക്കെ, എസ്പെഷ്യലി ഫോർ ലോ സ്കിൽഡ് വർക്കേഴ്സ്. പിന്നെ അതായത് ഒരു ലോങ് ടേം ആയിട്ട് ചിന്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, വി മസ്റ്റ് ക്രിയേറ്റ് ജോബ്സ് ദാറ്റ് ലാസ്റ്റ് ആൻഡ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അതായത് വളരെ കുറച്ച് കാലത്തിന് ആ ഒരു ഷോർട്ട് ടേം ഹയറിംഗ് നമ്പേഴ്സിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ ചിന്തിക്കണം. കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന ആ ഒരു ജോബ്സ് അത് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ജോബ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എല്ലാവരും നമ്മൾ ഒരു തൊഴിലവസരങ്ങൾ എല്ലാവർക്കും ലഭിക്കണം. ഓക്കെ, മേക്ക് ഷുവർ ദി ഇൻഫോർമൽ വർക്കേഴ്സ്, വിമൻ ആൻഡ് റൂറൽ യൂത്ത് ഓൾ ആർ കവേർഡ് വിത്ത് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ലേബർ റൈറ്റ്സ് ആൻഡ് ഓൾ. ക്വാളിറ്റി ജോബ്സിൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ, തൊഴിലുകളുടെ ആ ഒരു എന്താ പറയുക, അത് എത്രത്തോളം തൊഴിൽ കൊടുത്തു എന്നുള്ളതിനേക്കാളും ഉപരി എത്രത്തോളം നല്ല തൊഴിലാണ്, അതായത് അത് ഫെയർ ആയിട്ടാണോ, അത് സസ്റ്റൈനബിൾ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ തൊഴിലവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, we must focus on quality jobs, not just count the jobs. We must ensure they are fair, sustainable, and we must give workers the bargaining power. Okay, so we'll move on to the next news, which is how does satellite internet work. ഓക്കെ, കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം, പ്രിലിംസിൽ, അതേപോലെ മെയിൻസിൽ സയൻസ് ആൻഡ് ടെക്നോളജിയും പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റും അപ്ലിക്കേഷൻസൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ വരുന്നത് GS പേപ്പർ 2-ലാണ്. ഓക്കെ, സോ ആ ഒരു പേപ്പറിൽ മെയിൻസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. സോ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇൻ ടുഡേയ്സ് വേൾഡ് ബോത്ത് ദി നോർമൽ ലൈഫ് ആൻഡ് ഡിഫെൻസ് ഇറ്റ് ഡിപ്പെൻഡ് ഹെവിലി ഓൺ ഇൻ്റർനെറ്റ്. ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ മറ്റേ സ്റ്റാർലിങ്കിൻ്റെ കമ്പനിയൊക്കെ ഇന്ത്യയിൽ അടുത്ത് തന്നെ ആ ഒരു ഓപ്പറേഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, വിച്ച് കുഡ് ഗ്രേറ്റ്ലി ഇംപ്രൂവ് ദി ഇൻ്റർനെറ്റ് ആക്സസ്. ഓക്കെ, റിമോട്ട് ഏരിയാസിൽ ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടുന്നതിൽ അതും വളരെ നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സ്റ്റാർലിങ്ങിനൊക്കെ കഴിയും. സോ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ഇറ്റ് ഈസൻറ്റ് ജസ്റ്റ് ഫോർ എമർജൻസീസ് എനിമോർ. ഓക്കെ, ഇറ്റ് ക്യാൻ ചേഞ്ച് ഹൗ അവർ എക്കോണമി വർക്ക്സ്. അത് ഒരു പബ്ലിക് സർവീസസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും, നമ്മുടെ മിലിറ്ററിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ നോർമൽ ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്ന കേബിൾസും ടവറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ നമുക്ക് ആ ഒരു സർവീസ് തരുന്നത്. ഓക്കെ, സോ അത് സിറ്റീസിലൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് ബട്ട് ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി ഇൻ റൂറൽ ഏരിയാസ്. പിന്നെ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സാധനം പൊട്ടിപ്പോവും അല്ലേ. സോ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു യൂസ് ഇൻ വെരി റിമോട്ട് ഏരിയാസ്. ഓക്കെ, അതേപോലെ ഈ ഒരു സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇത് എല്ലാവിടെയും വർക്ക് ചെയ്യും. ഓക്കെ, ഇറ്റ് വിൽ വർക്ക് എനിവെയർ. അതിൻ്റെ ഒരു ടെറൈനും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല, നോ മാറ്റർ ദ ടെറൈൻ. വളരെ ക്വിക്കായിട്ട് നമുക്ക് ഈ സാധനം സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഈ പ്ലെയിനുകളിലും ഷിപ്പുകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ നല്ലത് ഈ ഒരു സാറ്റലൈറ്റ് ടൈപ്പ് ഇൻ്റർനെറ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി വർക്കിംഗ് ഫോർ മൂവിങ് തിങ്സ് ലൈക്ക് ദി പ്ലെയിൻസ് ഓർ ഷിപ്സ് ആൻഡ് ഓൾ. പിന്നെ ഈ ചുഴലിക്കാറ്റൊക്കെ വന്ന സമയത്ത് ഈ അമേരിക്കയിൽ ടെക്സസിലൊക്കെ 2017 ഹാർവേ ചുഴലിക്കാറ്റൊക്കെ വന്ന സമയത്ത് ഈ സെൽ ടവേഴ്സൊക്കെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ആയപ്പോൾ ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റാണ് അവിടുത്തെ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ വാറിൽ ഈ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഉണ്ടല്ലോ, ഇതാണ് യുക്രൈനിയൻ ആർമിയെ ആ ഒരു ഡിഫൻസുമായിട്ട് കണക്ട് ചെയ്ത ഏറ്റവും നല്ലൊരു പരിപാടിയായിരുന്നു ഈ ഒരു നമ്മുടെ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ്. Okay, it helped the Ukraine army connected for defense, medical help and drones and all. So ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്യാൻ ഈ ഒരു സാറ്റലൈറ്റ് ഇൻ്റർനെറ്റാണ് അവർ യൂസ് ചെയ്തത്. സിയാച്ചിൻ ഗ്ലേഷ്യറിൽ ഇന്ത്യൻ ആർമി നമ്മൾ ഈ ഒരു സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിരുന്നു ടു സ്റ്റേ കണക്റ്റഡ് ഇൻ എക്സ്ട്രീം ഐസൊലേഷൻസ് ആൻഡ് ഓൾ. ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്രിമിനൽസ് അല്ലെങ്കിൽ ഇൻസർജൻസ് ഇത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, നമ്മൾ അല്ലെങ്കിൽ തന്നെ ഈ സ്റ്റാർലിങ്ക് അതായത് സ്മഗിൾ ചെയ്തിട്ട് ഈ ഒരു സ്റ്റാർലിങ്ക് ഡിവൈസസ് സ്മഗിൾ ചെയ്തിട്ട് ഇല്ലീഗൽ യൂസ് ഇന്ത്യയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാർ. ഓക്കെ, സോ അതൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു റിസ്ക്. ഈ സാധനം അതായത് എല്ലാവരുടെയും വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്.
സോ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിൻ്റെ കാര്യം എടുക്കുമ്പോൾ മെയിനായിട്ട് രണ്ട് മെയിൻ പാർട്ടുകളാണ് അതിലുള്ളത്. ഒന്ന് സ്പേസ് സെഗ്മെൻറ്റും പിന്നെ ഗ്രൗണ്ട് സെഗ്മെൻറ്റും. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സ്പേസ് സെഗ്മെൻറ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് ദി സാറ്റലൈറ്റ് ഇൻ സ്പേസ് ദാറ്റ് സെൻസ് ആൻഡ് റിസീവ് ദോ സിഗ്നൽസ്. ഓക്കെ, ഇതിൻ്റെ ഒരു കാലയളവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 വർഷം തൊട്ട് 20 വർഷം വരെയാണ്. ഓക്കെ, ഗ്രൗണ്ട് സെഗ്മെൻ്റ് ആണ് നമ്മുടെ യൂസർ ആൻറ്റിനെയും പിന്നെ ഗ്രൗണ്ട് സ്റ്റേഷൻസും ഓക്കെ ആ എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, എർത്തിലുള്ള എക്യുപ്മെൻറ്റ്സ്, അതാണ് ഈ ഗ്രൗണ്ട് സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനത്തെ രണ്ട് പാർട്ടാണുള്ളത് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിനെ. സോ ഈ സാറ്റലൈറ്റ് ഓർബിറ്റുകൾ നമുക്കറിയാം, ഈ ജിയോ സ്റ്റേഷനറി എർത്ത് ഓർബിറ്റ്, ഓക്കെ മീഡിയം എർത്ത് ഓർബിറ്റ്, പിന്നെ ലോ എർത്ത് ഓർബിറ്റ്. ഈ ജിയോ സ്റ്റേഷനറി എർത്ത് ഓർബിറ്റ് ഇതാണ് ഏറ്റവും ഹൈ. ഇത് ഏകദേശം ഒരു 35,000-ഓളം കിലോമീറ്റർ മേലെയാണ്. ഓക്കെ, ഇറ്റ് അപ്പിയേഴ്സ് ഫിക്സ്ഡ് ഓവർ വൺ സ്പോട്ട്. ഓക്കെ, എർത്തിൻ്റെ ആ ഒരു 1/3 ഓഫ് ദ പോർഷൻ ഇതിന് കവർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇറ്റ് ഹാവ് എ വെരി ഹ്യൂജ് കവറേജ്. പക്ഷേ ഡിലേ വളരെ കൂടുതലാണ്. ഓക്കെ, ഈ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഇതുവഴിയുള്ള ഒരു വീഡിയോ കോളിലും കാര്യങ്ങൾക്കൊക്കെ ആ ഒരു ഡിലേ വളരെയധികം കൂടുതലായിരിക്കും. ഇനി മീഡിയം എർത്ത് ഓർബിറ്റ് എടുക്കുന്ന സമയത്ത് ജിയോ സ്റ്റേഷനറി എർത്ത് ഓർബിറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ മീഡിയം എർത്ത് ഓർബിറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സാറ്റലൈറ്റ്സ് ഇത് കുറച്ചും കൂടി ബെറ്റർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ഇറ്റ് ഈസ് നോട്ട് ഫാസ്റ്റ് ഇനഫ് ഫോർ സം റിയൽ ടൈം ടാസ്ക് ആൻഡ് ഓൾ. പിന്നെ ലോ എർത്ത് ഓർബിറ്റ്, ലോ എർത്ത് ഓർബിറ്റ് ആണ് എർത്തുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ് ഉള്ളത്. ഓക്കെ, സാറ്റലൈറ്റ്സ് ഉള്ളത്. അപ്പോൾ ഇതിലുള്ള എല്ലാ സാറ്റലൈറ്റും ഇറ്റ് വിൽ കവർ എ സ്മോൾ ഏരിയ. സോ യു നീഡ് തൗസൻഡ്സ് ഓഫ് ദം. ഈ സ്റ്റാർലിങ്ക് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇതിന് വളരെ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ചെറിയ സാറ്റലൈറ്റ് ആണ്, ഇത് ചീപ്പാണ് ആൻഡ് ഇറ്റ് ഈസ് വെരി ക്വിക്ക് ടു ലോഞ്ച്. ഓക്കെ, ഇത് ഏകദേശം ഇറ്റ് ഈസ് ബിലോ 2000 കിലോമീറ്റേഴ്സ്. ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ എർത്ത്. ഓക്കെ, സോ ഈ ഒരു ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്സിനെ പറ്റിയിട്ട് ഒന്ന് നൈസായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഈ സ്റ്റാർലിങ്കിൻ്റെ ഒക്കെ ഈ പരിപാടികൾ ഇതൊരു ഹ്യൂജ് നെറ്റ്വർക്കാണ്. ഓക്കെ, അതായത് ഇറ്റ് ഹാവ് ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓഫ് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്സ് ദേ ആർ വർക്കിംഗ് ടുഗെദർ. ഓക്കെ, സോ ദ വോൾ വേൾഡ് ഹാസ് കവറേജ്. ഒരു വളരെ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ മെഗാ കോൺസ്റ്റലേഷൻ. ഓക്കെ, പിന്നെ ദി ഓൺ ബോർഡ് പ്രോസസ്സിങ്, അതാണ് അതിൻ്റെ അടുത്തൊരു മെയിനായിട്ടൊരു സ്പെഷ്യാലിറ്റി. സാറ്റലൈറ്റ് ആ ഒരു ഡാറ്റ ഇറ്റ് വിൽ പ്രോസസ് ദംസെൽഫ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അത് ഇറ്റ് വിൽ ബി വെരി ചീപ്പർ ഡിവൈസസ്. അതായത് ഇറ്റ് വിൽ മേക്ക് ദി ഇൻ്റർനെറ്റ് ഫാസ്റ്റർ ആൻഡ് ഇറ്റ് വിൽ അലൗ സ്മോളർ ഓക്കെ ചീപ്പർ ഡിവൈസസ് ഫോർ യൂസേഴ്സ്. പിന്നെ ഒപ്റ്റിക്കൽ ഇൻ്റർനെറ്റ് സാറ്റലൈറ്റ് ലിങ്ക് ആണ്. ഓക്കെ, ഈ സാറ്റലൈറ്റുകൾ തമ്മിൽ തന്നെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ലേസേഴ്സ് വഴിയായിരിക്കും. ദേ വിൽ ടോക്ക് ഡയറക്ട്ലി ടു ഈച്ച് അതർ യൂസിങ് ലേസേഴ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഗ്രൗണ്ട് സ്റ്റേഷൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. സോ ദിസ് വിൽ മേക്ക് ദി ഇൻ്റർനെറ്റ് ഫാസ്റ്റർ ആൻഡ് മോർ റിലയബിൾ. ഓക്കെ, പിന്നെ സീംലെസ് ഹാൻഡ് ഓവർ ഓഫ് ഡാറ്റയാണ്. ഈ ഒരു ലോ എർത്ത് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റ്സ് അവർ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. അപ്രോക്സിമേറ്റ്ലി ഒരു 27,000 കിലോമീറ്റേഴ്സ് പെർ അവർ ഫാസ്റ്റിലായിരിക്കും ഈ സാധനം മൂവ് ചെയ്യുക. ഓക്കെ, നമുക്കിതിന് വളരെ ഫ്യൂ മിനിറ്റ്സ് മാത്രമേ ഇതിന് കാണാൻ തന്നെ പറ്റുള്ളൂ. ആ ഒരു നെറ്റ്വർക്ക് ഇറ്റ് വിൽ സ്വിച്ച് യുവർ കണക്ഷൻ സ്മൂത്ത്ലി ഫ്രം വൺ സാറ്റലൈറ്റ് ടു ദ നെക്സ്റ്റ്. ഓക്കെ, ആ ഒരു സ്പെഷ്യൽ ആൻറ്റിനകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കണക്ഷൻ ഇവരിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. സോ യു ഡോണ്ട് നോട്ടീസ് എനി ബ്രേക്ക് ഓക്കെ ഇൻ ദ കണക്ഷൻ. The network switches your connection smoothly from one satellite to the next. സോ ഇതിൻ്റെ അപ്ലിക്കേഷനും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും ചാലഞ്ചസിനൊക്കെ പറ്റിയിട്ട് പറയുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ആദ്യം എടുക്കാം നമുക്ക്. സോ റൈറ്റ് നൗ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സിന് ഏകദേശം ഒരു $500 അടുത്തൊക്കെ ചിലവ് വരും. ഓക്കെ, മന്ത്ലി ഒരു $50 കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ നോർമൽ ബ്രോഡ്ബാൻഡിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇത്തിരി പൈസ കൂടുതലാണ്. പക്ഷേ റിമോട്ട് ഏരിയാസിലോട്ടൊക്കെ നല്ല ഇൻ്റർനെറ്റ് എത്തുന്നതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഓക്കെ, പിന്നെ ഈ പുതിയ കമ്പനികളായിട്ടുള്ള ഈ AST സ്പേസ് മൊബൈലും സ്റ്റാർലിങ്ക് പോലെയുള്ള ഇതെല്ലാം അമേരിക്കൻ ബേസ്ഡ് കമ്പനീസാണ്. ഓക്കെ, അപ്പോൾ അവർ ഈ ഡയറക്റ്റ് കണക്ഷനൊക്കെ എങ്ങനെ കിട്ടാം എന്നതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്മാർട്ട് ഫോൺസുമായിട്ട് ഇതിനെങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ടെർമിനലിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, സോ ഇത് കമ്മ്യൂണിക്കേഷനിലും ട്രാൻസ്പോർട്ടേഷനിലും ഡിസാസ്റ്റർ റെസ്പോൺസിലെല്ലാം നമുക്ക് ഉപയോഗിക്കും. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിലാണെന്നുണ്ടെങ്കിൽ റൂറൽ ഏരിയാസിലോട്ട് നമുക്ക് നല്ല ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് വിൽ കണക്ട് ദി സ്മാർട്ട് ഡിവൈസസ് എവരിവെയർ. ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നാവിഗേഷൻ, പിന്നെ ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകളൊക്കെ വരുന്നുണ്ടല്ലോ. സോ അതിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഏതെങ്കിലും ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏർലി വാർണിംഗ് സിഗ്നൽസ് തരാനും ആ ഒരു റെസ്ക്യൂ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹെൽത്ത് കെയറിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് വളരെ റിമോട്ട് ഏരിയാസിലോട്ട് ആ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻസ് ഒക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. പേഷ്യൻ്റ് മോണിറ്ററിങ് നമുക്ക് ചെയ്യാൻ പറ്റും.
ഫാമിങ്ങിനാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദി ഡാറ്റ ഫോർ ബെറ്റർ ക്രോപ്പ് ഹെൽത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി. എൻവിയോൺമെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ കാര്യം എടുക്കുമ്പോൾ ക്ലൈമറ്റിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വി ക്യാൻ എക്സ്പ്ലോർ മോർ റിസോഴ്സസ്, വി ക്യാൻ ബൂസ്റ്റ് ടൂറിസം. ഡിഫൻസിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക്കും അത് തന്നെയാണ്. ഓക്കെ, ഇത് സിവിലിയൻസിനും യൂസ് ചെയ്യാം, മിലിറ്ററി പർപ്പസിനും യൂസ് ചെയ്യാം. സോ ഇൻസർജൻസ് ഇതിനെ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ദ നീഡ് ഫോർ സ്ട്രിക്ട് നാഷണൽ കൺട്രോൾ ഈസ് വെരി എസെൻഷ്യൽ ഹിയർ. ഇന്ത്യയുടെ ഒരു കാര്യം എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിജിറ്റൽ ഗ്യാപ്പ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ബൂസ്റ്റ് ദി ഇക്കോണമി, we can strengthen the disaster resilience, and it can help set goals, set the global rules for mega constellations. So we will move on to the next news. Benjamin Netanyahu's push for a no-state solution. ഓക്കെ, ഒരു 2-state solution എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇന്നലത്തെ ന്യൂസിലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം. അതേപോലെ മെയിൻസിലാണെന്നുണ്ടെങ്കിൽ IR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ന്യൂസാണ്. നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗാസയിലുള്ളൊരു ന്യൂസാണ്. 1917 ബ്രിട്ടൻ നമ്മുടെ ഈ ഒരു ജൂയിഷ് ഹോംലാൻഡിനെ അവർ ദേ സപ്പോർട്ടഡ് ക്രിയേറ്റിംഗ് എ ജൂയിഷ് ഹോംലാൻഡ്. ഓക്കെ, ബൽഫർ ഡിക്ലറേഷന് ശേഷം. സോ ഈ ഒരു 1917 ബ്രിട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഈ ജൂതന്മാർക്കൊരു പ്രത്യേകിച്ച് ഒരു ഹോംലാൻഡ് അവർക്ക് വേണം, ഒരു സ്ഥലം അവർക്ക് വേണം എന്നുള്ള പറയുന്നതിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ത്രൂ ദി ബൽഫർ ഡിക്ലറേഷൻ. ഓക്കെ, ഇതൊരു പബ്ലിക് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സ്പ്രസിങ് ദി സപ്പോർട്ട് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ നാഷണൽ ഹോം ഫോർ ദി ജൂയിഷ് പീപ്പിൾ ഇൻ പാലസ്തീൻ. ഇത് ഈ World War I സമയത്ത് നമ്മുടെ ഓട്ടോമൻ എംപയർ ഒക്കെ ഡിക്ലൈൻ ആയി കഴിഞ്ഞ് ബ്രിട്ടൻ്റെ ആ ഒരു റീജിയനിലുള്ള ആ ഒരു ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മളതൊരു പറയേണ്ടി വരും. ഇത് സൈൻ ചെയ്തത് ആർത്തർ ബെൽഫർ എന്ന് പറയുന്ന അന്നത്തെ ആ ഒരു ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആണ്. ഓക്കെ, സോ ഈ ഒരു ദിസ് ഡിക്ലറേഷൻ ഹാസ് ബീൻ എ വെരി ഫോക്കൽ പോയിന്റ് ഇൻ ദി ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ്. ഓക്കെ, ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ. ഓക്കെ, പിന്നെ അതിന് ശേഷം ഒരുപാട് ഇറ്റ് ഹാഡ് എ ലാസ്റ്റിംഗ് ടെൻഷൻസ് അല്ല വിത്ത് ദി പാലസ്തീൻ പോപ്പുലേഷൻ ആൻഡ് ഓൾ. സോ അത് കഴിഞ്ഞ് 1917 കഴിഞ്ഞ് ഇന്ന് 2025 ആകുമ്പോൾ ഏകദേശം 108 വർഷം കഴിഞ്ഞിട്ടാണ് ഇവരിപ്പോൾ പറയുന്നത് ദേ വിൽ ഓൾസോ റെക്കഗ്നൈസ് എ പാലസ്തീൻ സ്റ്റേറ്റ് എന്ന് അവരിപ്പോൾ പറയുന്നത് 108 വർഷങ്ങൾക്ക് ശേഷമാണ്. ഓക്കെ, സെപ്റ്റംബർ 2025 UK ആ ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള കെയർ സ്റ്റാർമർ, സോ ഹി സേസ് ബ്രിട്ടൻ വിൽ ഡു ദിസ്. സോ അടുത്ത മാസം ഞങ്ങൾ ഈ പാലസ്തീനെയും ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും, പക്ഷേ ഇസ്രായേലിൽ അവിടെ യുദ്ധം നിർത്തണം, ആ ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹി സെഡ് ദാറ്റ് ഹി വിൽ റെക്കഗ്നൈസ് ദി സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ. അതേപോലെ അവരൊരു 2-state സൊല്യൂഷനാണ്, അതായത് ഇസ്രായേലും പലസ്തീനും ഇവർ രണ്ടുപേരും സമാധാനത്തോട് കൂടിയിട്ട് ആ ഒരു മണ്ണിൽ ജീവിക്കണം. ഓക്കെ, ആ ഒരു സൊല്യൂഷനാണ് അവിടെ വേണ്ടത്. നമ്മുടെ നെതന്യാഹു ഈ ന്യൂസിൽ പറയുന്നത് പോലെ no-state സൊല്യൂഷനിലോട്ടാണ് പുള്ളിയുടെ പോക്ക്. ഓക്കെ, സോ സെപ്റ്റംബറിൽ UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള കെയർ സ്റ്റാർമർ പറഞ്ഞു, അതായത് ബ്രിട്ടൻ പാലസ്തീനെ റെക്കഗ്നൈസ് ചെയ്യും ഓൺലി ഇഫ് ഇസ്രായേൽ സ്റ്റോപ്പ് ദി ഗാസ വാർ ആൻഡ് ആ ഒരു 2-state സൊല്യൂഷൻ ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് UK പ്രൈം മിനിസ്റ്റർ പറയുന്നത്. ഫ്രാൻസും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ അവർക്കും ആ ഒരു സിമിലർ പ്രോമിസ് ആണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഓസ്ട്രേലിയ പറഞ്ഞതിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, അവരും റെക്കഗ്നൈസ് ചെയ്യും, പക്ഷേ ഈ ഹമാസിന് ഒരു തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവറും ഫ്യൂച്ചറിൽ അവിടെ ഉണ്ടാവരുത് എന്നുള്ള കാര്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ ഈ ഗ്ലോബൽ സൗത്ത് കൺട്രീസ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയൊക്കെ ഏകദേശം ഈ പലസ്തീനെ 1980s തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ കൺട്രീസ് ദേ യൂഷ്വലി വെയിറ്റഡ്. ഓക്കെ, ആ ഒരു ഇസ്രായേൽ പലസ്തീൻ ആ ഒരു സമാധാനം അവിടെ വരും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. ബട്ട് സിൻസ് ദെൻ ദാറ്റ് സീംസ് വെരി ഫാർ അവേ. ഓക്കെ, സോ ദേ ആർ നൗ മൂവിങ് ഫോർവേഡ് എഹെഡ്. ഓക്കെ, സോ ഇസ്രായേലിന് എതിരെ അല്ലെങ്കിൽ നമ്മുടെ PM ആയിട്ടുള്ള ഇസ്രായേൽ PM നെതന്യാഹുവിനെതിരെയുള്ളത് ആ ഒരു ജെനിസൈഡ് അക്യൂസേഷൻസ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അവർ പറയുന്നത് ദേ വാണ്ട് ടു അറസ്റ്റ് ഇസ്രായേൽ PM നെതന്യാഹു എന്നാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആ ഒരു ജെനിസൈഡ് അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്ലെയിമിൽ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഓക്കെ, അവർ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മേജർ ഹ്യൂമൻ റൈറ്റ് ഗ്രൂപ്പ്സ് ഇൻക്ലൂഡിങ് സം ഇൻ ഇസ്രായേൽ അവരും പറയുന്നത് ഈ ഒരു ഇസ്രായേൽ അവിടെ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ജെനിസൈഡ് തന്നെയാണെന്നുള്ളതാണ്. ഓക്കെ, വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഇസ്രായേൽ ഫിഗേഴ്സ് ലൈക്ക് a genocide scholar and famous writer, he also used the word genocide. ഓക്കെ, ഇപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനെ പറ്റിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ, ഗാസയിലുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനെ പറ്റിയിട്ട് എടുക്കുമ്പോൾ ഏകദേശം 2.6 of the Gazans were killed, 6.5% were wounded and almost everyone has been displaced. ഏകദേശം 18,000 കുട്ടികൾ അവിടെ മരിച്ചു.
അവിടെ ഈ അവിടേക്ക് ഭക്ഷണം ആരെങ്കിലും എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി അതും ബ്ലോക്ക് ചെയ്യുകയാണ്. ഓക്കെ, ആൾക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് അവിടെ ചെയ്യുന്നത്. മോർ ദാൻ 1000 were killed trying to get aid. ഓക്കെ, സഹായത്തിന് വേണ്ടി നിൽക്കുന്ന ആ 1000 പേരെ അടക്കം, അതായത് സഹായത്തിന് വേണ്ടി നിന്ന 1000 പേരെയും ഇവര് കൊന്നിട്ടുണ്ട് ഇസ്രായേലില്. ഓക്കെ, ഇവിടെ ഒരു പബ്ലിക് ഒപ്പീനിയനിൽ വന്നൊരു ഷിഫ്റ്റ് നമുക്ക് നോക്കാം. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കയും യൂറോപ്പാണല്ലോ ഇവർക്ക് കുറച്ച് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ യൂറോപ്പിൽ തന്നെ ഇപ്പോഴും ഒരു 20% ആൾക്കാർ ഇസ്രായേലിന് ഫേവറബിൾ ആയിട്ടാണ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് US കാര്യം എടുക്കുമ്പോൾ 27% ആൾക്കാർ നെതന്യാഹുവിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും 84% ആൾക്കാർ US പറയുന്നത് അവിടെ ഒരു സീസ് ഫയർ വേണമെന്നാണ്. Okay, and nearly half of the US population thinks that a genocide is happening there. Okay, so നെതന്യാഹുവിൻ്റെ ഇവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് നോക്കണം. ഇയാളിപ്പോൾ അവിടെ ആ ഒരു യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ലുക്ക് ലൈക്ക് എ ഡിഫീറ്റ്. ഓക്കെ, അപ്പോൾ അയാൾക്ക് പുള്ളിയുടെ ഈ ഒരു ഫാർ റൈറ്റിസ്റ്റ് അലൈസ് പുള്ളിക്ക് നഷ്ടമാവും. ഓക്കെ, അതായത് പുള്ളിയുടെ അധികാരം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോവും. ഓക്കെ, അങ്ങനെ അധികാരം പോയി കഴിഞ്ഞാൽ അറസ്റ്റ് വാറണ്ടൊക്കെ ഉള്ളതാണ്, പുള്ളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു വാർ മുന്നോട്ട് പോകേണ്ടത് അയാളുടെ പേഴ്സണൽ ആവശ്യമാണ്. ഓക്കെ, ആൾക്ക് ആ പവറിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വാർ മുന്നോട്ട് പോയേ പറ്റൂ, ഈവൻ ദോ ഇറ്റ് ഡാമേജസ് ഇസ്രായേൽസ് ഇമേജ് വേൾഡ് വൈഡ്. ഓക്കെ, പുള്ളിയുടെ ആ ഒരു ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് അലൈസ് ഉണ്ട്, മെയിനായിട്ടുള്ള 2 പേരാണെന്ന് തോന്നുന്നു. സോ ഈ 2 പേര് ആ ഒരു ഇത് പിൻവലിച്ച് കഴിഞ്ഞാൽ പുള്ളി താഴത്ത് വീണ് കഴിഞ്ഞാൽ ടോട്ടലി പുള്ളിക്ക് പ്രശ്നമാണ്. ഓക്കെ, പുള്ളി അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനുള്ള വകുപ്പ് വരെ ഇപ്പോൾ ഉണ്ട്. സോ അധികാരം അയാൾക്ക് അവിടെ നിലനിർത്തിയേ പറ്റൂ. അപ്പോൾ ആ വാർ തുടരാതെ അയാൾക്ക് വേറെ നിവൃത്തിയില്ല അവിടെ. ഓക്കെ, ആ ഒരു നിയോ സിയോണിസത്തിൻ്റെ ആ ഒരു എക്സ്പാൻഷൻ നമുക്ക് കാണാൻ പറ്റും. പുള്ളിയുടെ ഗവൺമെൻറ് ഹീസ് ബാക്കിംഗ് ബിൽഡിംഗ് ദി ജൂയിഷ് സെറ്റിൽമെൻറ്റ് ഇൻ ഡിസ്പ്യൂട്ടഡ് ലാൻഡ്. ഓക്കെ, സോ ഈ റൈറ്റ് ലീഡേഴ്സ് ഉണ്ടല്ലോ, അവിടെ ഒരു റൈറ്റിസ്റ്റ് ചിന്താഗതിയുള്ള ലീഡേഴ്സ് ദേ വാണ്ട് ഗാസ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. ഓക്കെ, പലസ്തീൻസിനെ അവിടെ പുറത്താക്കണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. So there are even plans for detention style camps in Rafah. Okay. ഈ ഒരു ന്യൂസിൽ പറയുന്നത് പോലെ തന്നെ ഒരു നോ സ്റ്റേറ്റ് അപ്രോച്ചാണ് എടുക്കുന്നത്. നെതന്യാഹു റിജക്ട്സ് എ പലസ്തീൻ സ്റ്റേറ്റ്സ്. ഓക്കെ, ആ ഒരു പലസ്തീൻസിന്റെ സ്ഥലം പോലും സ്വന്തം അധികാരത്തിൽ വെച്ച് അത് ഇസ്രായേലിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് അതിനെ കൺട്രോൾ ചെയ്യണം വിതൗട്ട് ഗിവിംഗ് ദം their റൈറ്റ്സ്. ഓക്കെ, സോ ദി ഇസ്രായേൽ വൺസ് ഡ്രീവ് ദി മോറൽ അതോറിറ്റി ഫ്രം ദി ഹോളോകോസ്റ്റ് മെമ്മറി. ഹോളോകോസ്റ്റ് നമുക്കറിയാമല്ലോ, നാസി ജർമ്മനിയും നമ്മുടെ ഹിറ്റ്ലറുടെ ആൾക്കാരും കൂടിയിട്ട് ദേ സിസ്റ്റമാറ്റിക്കലി മേർഡേഡ് സം 6 million Jews അക്രോസ് ദി ജർമ്മൻ ഒക്യുപ്പൈഡ് യൂറോപ്പ്. ഓക്കെ, അറൗണ്ട് ഒരു 2/3 ഓഫ് ദി യൂറോപ്പിൻ്റെ ഒരു ജൂയിഷ് പോപ്പുലേഷനെ കംപ്ലീറ്റ് ആയിട്ട് കൊല്ലുകയാണ് ചെയ്തത്. അതാണ് ഹോളോകോസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു നക്ബ ഉണ്ടല്ലോ, നക്ബ മീൻസ് ഇറ്റ് ഈസ് എ കാറ്റസ്ട്രോഫ് എന്നാണ് അറബിക്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 1948 ഈ ഒരു അറബ് ഇസ്രായേൽ വാറിന് ശേഷം അവിടെ നമ്മൾ പാലസ്തീൻസിനെ അവരുടെ സ്ഥലത്ത് നിന്ന് തന്നെ പറഞ്ഞു വിടുന്നുണ്ട്. ഓക്കെ, ആ ഒരു ദി മാസ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്പൊസിഷൻ ഓഫ് ദി പലസ്തീൻസ് ഡ്യൂറിങ് ദി 1948 ഇറ്റ് ഈസ് നോൺ ആസ് ദി നക്ബ. ഓക്കെ, എല്ലാ വർഷവും മെയ് 15-നാണ് ആ ഒരു ദിവസമായിട്ട് ഇവർ ആചരിക്കുന്നത്. ഓക്കെ, ഇറ്റ് മാർക്സ് ദി ബിഗിനിങ് ഓഫ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദി പാലസ്തീൻ ഹോംലാൻഡ്. ഓക്കെ, ആ ഒരു മാസ് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത് 48-ലാണ്. ഓക്കെ, സോ ഈ ഒരു നക്ബ അതിനാണ് ഇപ്പോൾ ഇറ്റ് ഈസ് ഗെറ്റിംഗ് മോർ ഗ്ലോബൽ അറ്റൻഷൻ. ഓക്കെ, ആ ഒരു ഗാസയിലെ ആ ഒരു ലൈവ് സ്ട്രീം വയലൻസ് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, സോ അതിനിപ്പോൾ കൂടുതൽ അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അലൈസ്, ഓക്കെ, അവരിപ്പോൾ പലസ്തീനെ ഒരു റെക്കഗ്നൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇറ്റ് ഷോസ് എ ബിഗ് ഷിഫ്റ്റ് ഫ്രം ദി ലോങ് സ്റ്റാൻഡിങ് വെസ്റ്റേൺ സപ്പോർട്ട്. ഓക്കെ, 1948 മുതൽ അവർക്ക് കിട്ടി വന്നിട്ടുള്ള ആ ഒരു സപ്പോർട്ട് അതിപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെതന്യാഹുവിൻ്റെ ആ റൈറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ഫാർ റൈറ്റ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, സോ ദേ കാണ്ട് ഓർ ദേ വോണ്ട് അക്നോളജ് ദിസ്. ഓക്കെ, അതായത് ലോകം മുഴുവൻ ഇവർക്കെതിരെ നിന്നാലും അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് അവർ മാറ്റില്ല. ഓക്കെ, ഇസ്രായേലിൻ്റെ നെതന്യാഹുവിൻ്റെ കൂടെയുള്ള ആ ഒരു റൈറ്റ് ചിന്താഗതിയുള്ള അവരുടെ ആ ഒരു മിനിസ്റ്റേഴ്സും അവരൊരിക്കലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രത്തോളം വെസ്റ്റ് അവർക്ക് ഇപ്പോൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ കൂടി അമേരിക്കയുടെ കാര്യം ഇപ്പോൾ നമുക്കിപ്പോൾ ട്രംപിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ട്രംപ് ഇവരെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും ഇസ്രായേലിനെ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.
So we'll move on to the next news, which is Indian Air Force prioritizes induction of long-range missiles after Operation Sindoor success. So ഇത് ഇന്റേണൽ സെക്യൂരിറ്റിയിലും ടെക്നോളജിയിലും ഇമ്പോർട്ടൻ്റ് ആണ് GS പേപ്പർ 3 ഓക്കെ. ഒരു ഇന്റേണൽ സെക്യൂരിറ്റി ചാലഞ്ചസ് ഓക്കെ. ഈ കൗണ്ടർ ടെററിസത്തിൽ എയർ പവറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ഓക്കെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. So the role of precision standoff strikes okay in avoiding the escalation while neutralizing those threats and also ആ ഒരു സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു അതിർത്തി കടക്കാണ്ട് ഇവിടെ തന്നെ അടിച്ചിടുന്ന നമ്മുടെ ഒരു പരിപാടി ഉണ്ടല്ലോ ഓക്കെ. അതാണല്ലോ നമ്മൾ കണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിൽ. പിന്നെ ഈ ഡിഫൻസിൻ്റെ ആ ഒരു ഇൻഡിജിനൈസേഷൻ നമ്മൾ പലതവണ അസ്ത്ര വേരിയൻസ്, ഇന്ത്യയുടെ അസ്ത്ര വേരിയൻസ് DRDOയുടെ അസ്ത്രയിൽ നമ്മൾ വരുന്ന വേരിയൻസും പിന്നെ പ്രൊജക്ട് കുഷ ഓക്കെ. പ്രൊജക്ട് കുഷയെ പറ്റിയിട്ടൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ സെഷനിൽ ഓക്കെ. ഇതെല്ലാം നമ്മുടെ ആത്മനിർഭർ ഭാരതമായിട്ട് എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത് ഇൻ ഡിഫൻസ് ഓക്കെ. സോ ആ ഒരു ആംഗിളിൽ ഈ ഒരു ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ വാർഫെയർ ട്രെൻഡുകൾ അല്ലേ, ആ ഒരു ഡ്രോൺസിലോട്ടും അല്ലെങ്കിൽ ആ ഒരു ലോങ് റേഞ്ച് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ വാർഫെയർ ഓക്കെ. ഹൗ ടു ബൈപ്പാസ് ദി എനിമി എയർ ഡിഫൻസ് സിസ്റ്റം ഓക്കെ. സോ ഇന്റേണൽ സെക്യൂരിറ്റി ടെക്നോളജി GS പേപ്പർ 3 ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിലും സെക്യൂരിറ്റിയിലും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണത്. സോ നമ്മുടെ ഈ ഒരു പെഹൽഗാമിൽ നടന്ന നമ്മുടെ അറ്റാക്കിന് ശേഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്തു. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ലോങ് റേഞ്ച് മിസൈൽസ് ആണ്. നമ്മുടെ ബ്രഹ്മോസ് ആണെന്നുണ്ടെങ്കിലും സ്കാൽപ്പ് മിസൈൽസ്, റാംപേജ് മിസൈൽസ്, ക്രിസ്റ്റൽ മെയ്സ് വിച്ച് കവേഴ്സ് ഒരു 200 to 450 കിലോമീറ്റർ റേഞ്ച്. സോ ഇങ്ങനത്തെ മിസൈൽസാണ് നമ്മൾ യൂസ് ചെയ്തതല്ലേ ടു ഹിറ്റ് ദി ടാർഗറ്റ് വിത്തൗട്ട് എൻറ്ററിങ് എനിമീസ് എയർ ഡിഫൻസ് റേഞ്ച് ഓക്കെ. അതേപോലെ ചൈനയുടെ പാകിസ്ഥാനോട് ചൈനയുടെ SQ-9 എന്ന് പറയുന്ന അവരുടെ എയർ ഡിഫൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ വി ജസ്റ്റ് മാനേജ് ടു ബൈപ്പാസ് ചൈനാസ് HQ-9 എയർ ഡിഫൻസ് ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് നമുക്ക് വേണ്ടത് കുറച്ചും കൂടി അവർ പറഞ്ഞത് വി നീഡ് ലോങ് റേഞ്ച് വെപ്പൺസ് എന്നുള്ളതാണ്. സോ ദേ ക്യാൻ സ്ട്രൈക്ക് ഫ്രം ഫാർ അവേ ഓക്കെ. ഇപ്പോൾ നമ്മൾ അസ്ത്ര മിസൈൽസ് നമ്മളത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ റഷ്യയുടെ അടുത്തുനിന്ന് ഒരു R-37 മിസൈൽസ് നമ്മൾ വാങ്ങിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് ഓക്കെ. അതൊരു ബിയോണ്ട് 200 കിലോമീറ്റർ റേഞ്ച് മിസൈലാണ്. വി ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ്. നമ്മുടെ പ്രൊജക്ട് കുഷ ഓക്കെ. സോ വി ആർ പുഷിംഗ് ദി പ്രൊജക്ട് കുഷ. ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഹോം ഗ്രൗണ്ട് ലോങ് റേഞ്ച് എയർ ഡിഫൻസ്. നമ്മൾ 2 S-400 ഡിഫൻസ് സിസ്റ്റം കൂടി റഷ്യയുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഓക്കെ. ശരിക്കും ഒരു മേജർ ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ ഈ S-400 പാകിസ്ഥാൻ്റെ AWACS സർവൈലൻസ് എയർക്രാഫ്റ്റിനെ ഏകദേശം 300 കിലോമീറ്റർ ദൂരത്ത് നിന്ന് അടിച്ചിട്ടതാണ് ഓക്കെ. സോ ഇന്ത്യ ഈസ് ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് സ്റ്റാൻഡ് ഓഫ് വാർഫെയർ ഓക്കെ. സോ സ്റ്റാൻഡ് ഓഫ് വാർഫെയർ എന്ന് വെച്ചാൽ നമ്മൾ ഇവർ അറ്റാക്ക് ചെയ്യുന്നത് വിൽ അറ്റാക്ക് ഫ്രം ഫാർ അവേ ഓക്കെ. സോ നമുക്ക് ദ എനിമി കാൺട്ട് ഷൂട്ട് ബാക്ക് ഇഫക്റ്റീവ്ലി ഓക്കെ. അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതാണ് നമുക്ക് അവരെ ദൂരത്തുനിന്ന് അടിച്ചിടാൻ സാധിക്കും. അവർക്ക് നമ്മുടെ തിരിച്ചടിക്കുക എന്നുള്ളത് ഇത്തിരി പ്രശ്നം ആയിരിക്കും ഓക്കെ. അതാണ് സ്റ്റാൻഡ് ഓഫ് വാർഫെയർ. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ന്യൂസ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം ഓക്കെ. വിച്ച് ഈസ് സെമി കണ്ടക്ടർ പ്ലാൻസിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ക്യാബിനറ്റ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഏകദേശം 4ഓളം സെമി കണ്ടക്ടർ പ്ലാൻസിന്. സോ ഇത് പ്രിലിംസിൻ്റെ ആംഗിളിൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനൊക്കെ ഉണ്ടല്ലേ, പിന്നെ ഡിജിറ്റൽ ഇന്ത്യയുടെ അണ്ടറിൽ. ആൻഡ് നമുക്കിത് ആത്മനിർഭർ ഭാരത് ഇനീഷ്യേറ്റീവ്സിൻ്റെ ഒക്കെ ഒരു പാർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ ലൊക്കേഷൻസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓക്കെ. ഇത് എവിടെയൊക്കെയാണ്? ഇതിപ്പോൾ 4 സ്ഥലങ്ങളിലാണ് ഓക്കെ. ഭുവനേശ്വർ, മൊഹാലി, ആന്ധ്രാപ്രദേശൊക്കെയാണ്. ഇതിൻ്റെ ആ ഒരു ടെക്നോളജി ടൈപ്സ് ഓക്കെ. സിലിക്കൺ കാർബൈഡ് ചിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ്? അതായത് ഇപ്പോൾ EV, ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ് അല്ലേ. അതായത് ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ മാത്രമല്ല, ഓവറോൾ വേൾഡിൽ ടോട്ടലി സെമി കണ്ടക്ടേഴ്സിനൊരു ഷോർട്ടേജാണ് ഇപ്പോൾ വേൾഡ് വൈഡ് ഓക്കെ. സോ നമ്മുടെ ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ ബാക്കിയുള്ള ഏത് ഇലക്ട്രോണിക്സിലാണെന്നുണ്ടെങ്കിൽ ഈ സെമി കണ്ടക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ. ഇപ്പോൾ മെയിൻസിൻ്റെ ആംഗിളിലാണെന്നുണ്ടെങ്കിൽ GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജി, എക്കണോമി, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വരുന്നുണ്ട് പേപ്പർ 3 ഓക്കെ. സോ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ടെക്നോളജി ഫോർ ഇലക്ട്രോണിക്സ് ഓക്കെ. അതിൻ്റെ ആ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസും സെൽഫ് റിലയൻസ് ഓക്കെ, എക്കണോമിക് സെക്യൂരിറ്റി, നമുക്കൊരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ഓക്കെ. ഹൈ സ്കിൽ മാനുഫാക്ചറിങ്, ഇറ്റ് വിൽ ബൂസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ഓൾ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂസ്. സോ നമ്മുടെ ഗവൺമെൻറ് ഒരു 4 സെമി കണ്ടക്ടർ
സെമി കണ്ടക്ടർ പ്ലാൻസ് ഏകദേശം ഒരു 4,594 കോടി വർത്തുള്ള ആ ഒരു പ്ലാൻസ് അതിനുള്ളൊരു അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. സോ ദിസ് ഇസ് പാർട്ട് ഓഫ് എ ബിഗർ പ്ലാൻ. ഓക്കെ, നമുക്ക് ഇന്ത്യക്ക് ഒരു സെമി കണ്ടക്ടർ മിഷൻ ഉണ്ടല്ലോ. സോ അതിൻ്റെ ഒരു ടോട്ടൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു 76,000 crore. It is a part of the bigger 76,000 crore India semiconductor mission. Okay, ഈ ഒരു സെമി കണ്ടക്ടർ ചിപ്പ് മേക്കിങ്ങിൽ ഇന്ത്യനെ സെൽഫ് റിലയൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മിഷനാണ്. സോ നമ്മൾ മെയിനായിട്ട് ഈ ഒരു സെമി കണ്ടക്ടർ പ്ലാൻസ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഒഡീഷയിലാണ്, ഭുവനേശ്വറിലായിരിക്കും. 2 പ്രൊജക്റ്റാണ് നമ്മളവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു സിലിക്കൺ കാർബൈഡ് ചിപ്പിനും പിന്നെ ഒന്ന് അഡ്വാൻസ്ഡ് ചിപ്പ് പാക്കേജിങ്ങിനും വേണ്ടിയിട്ടാണ്. പിന്നെ പഞ്ചാബ് മൊഹാലിയിൽ ഓക്കെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചിപ്പ് പ്ലാനിൻ്റെ ഒരു എക്സ്പാൻഷൻ, അതാണ് നമ്മൾ അവിടെ പ്ലാൻ ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിൽ ഒരു പുതിയൊരു സെമി കണ്ടക്ടർ യൂണിറ്റ് ഇടാനാണ്, ലൊക്കേഷൻ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, സോ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിപ്പുകൾ ദേ ആർ വെരി എസെൻഷ്യൽ. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ EVസിലും ഈ റിന്യൂവബിൾ എനർജിയിലും പിന്നെ ഇലക്ട്രോണിക്സിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഈ സെമി കണ്ടക്ടർ ചിപ്പുകൾ. സോ നമുക്ക് ഈ നമ്മൾ ഒരുപാട് ചിപ്പുകൾ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഡിപ്പെൻഡൻസ്, ആ ഒരു ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് നമ്മൾ കുറയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആൻഡ് വി മസ്റ്റ് ബിക്കം ഗ്ലോബൽ ഓൾട്ടർനേറ്റീവ് ഫോർ ചിപ്പ് മാനുഫാക്ചറിങ്. ഓക്കെ, സോ ഇങ്ങനൊരു പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ദിസ് വിൽ ക്രിയേറ്റ് ഹൈ ടെക്നോളജി ജോബ്സ് അല്ലേ, ആൻഡ് ഇറ്റ് വിൽ ബ്രിങ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഇൻ ടു അവർ കൺട്രി. സോ ടോട്ടലി നമ്മൾ പറഞ്ഞ പോലെ ഒരു ഗ്ലോബൽ ചിപ്പ് ഷോർട്ടേജ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകം. US-ഉം ചൈനയും തമ്മിലുള്ള ടെൻഷൻസ് ദാറ്റ് ഹാവ് ഡിസ്ട്രപ്റ്റഡ് ദി സപ്ലൈ ചെയിൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗിവിങ് ഇന്ത്യ ന്യൂ ചാൻസ് ടു സ്റ്റെപ്പ് ഇൻ. ഇവിടെയുള്ള നമ്മുടെ മുന്നിലുള്ള മെയിനായിട്ടുള്ള മറ്റ് ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും നമുക്ക് വേണം, അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. Okay, and we must ensure reliable power, water, and logistics for factories. Okay, so technology in this field, this technology is changing very fast. Okay, so India needs to keep up. So we'll move on to our next news, which is റീറ്റെയിൽ ഇൻഫ്ലേഷനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസാണിത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്കണോമി പേപ്പർ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു ഇൻഫ്ലേഷൻ ട്രെൻഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസാണിത്. കറണ്ട് അഫെയർസിലാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പോളിറ്റി ആൻഡ് ഗവേണൻസിൽ ഇപ്പോൾ RBIയുടെ ഒക്കെ റോൾ എന്താണ്, ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിൽ അവരുടെ റോൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ഇവിടെ റീറ്റെയിൽ ഇൻഫ്ലേഷനെ പറ്റിയിട്ട് പറയാം. ഓക്കെ, സോ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ട്രാക്സ് ദി പ്രൈസ് ചേഞ്ചസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് പീപ്പിൾ ബൈ. ഇപ്പോൾ ഭക്ഷണം, ഹൗസ്, വീട്, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ. ഓക്കെ, സോ ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് ആൾക്കാർ വാങ്ങിക്കുന്ന ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിൽ വരുന്ന ആ ഒരു പ്രൈസ് ചേഞ്ച് അത് ട്രാക്ക് ചെയ്യലാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ ആ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. സോ 1.55% ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു റീറ്റെയിൽ ഇൻഫ്ലേഷൻ. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഒന്നാമത്തത് വളരെയധികം കുറവാണ്. ഓക്കെ, ജൂൺ 2017 തൊട്ടിട്ട് ഏറ്റവും കുറഞ്ഞ റീറ്റെയിൽ ഇൻഫ്ലേഷനാണ് ഇപ്പോൾ. ഫുഡ് ഇൻഫ്ലേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 1.76% ആണ്. ഓക്കെ, ഇത് ശരിക്കും ഒരു ഡീഫ്ലേഷനാണ്. ഓക്കെ, അപ്പോൾ ഫുഡ് പ്രൈസസിൽ നമുക്കൊരു ഡീഫ്ലേഷനാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ മീനിങ് ദി ഫുഡ് ഐറ്റംസ് ആർ മോർ ചീപ്പർ നൗ ദാൻ ഇയർ അഗോ. 2019 തൊട്ട് ഏറ്റവും കുറഞ്ഞൊരു കണക്കാണത്. കോർ ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ 4.1% ആണ്. ഓക്കെ, കോർ ഇൻഫ്ലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വോളറ്റൈൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഒഴിവാക്കും. അതായത് ഈ ഭക്ഷണവും എനർജിയും ഒക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളുടെ ആ ഒരു അതിലത്തെ ആ ഒരു വിലക്കയറ്റം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മറ്റതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനർജിയും പിന്നെ നമ്മുടെ ഭക്ഷണം അല്ലെ, ഫുഡും ഇതും ഫ്യൂലും അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ ആ ഒരു സെറ്റപ്പാണ് ഈ ഒരു കോർ ഇൻഫ്ലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത് ആ ഒരു എക്കണോമിസ്റ്റിനെയും പോളിസി മേക്കേഴ്സിനെയും ഒക്കെ ആ ഒരു കറക്റ്റായിട്ട് വളരെ ട്രൂ ആയിട്ടുള്ള ഒരു ലോങ് ടേം ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ടല്ലോ, ഒരു എക്കണോമിയുടെ മേലെ വരുന്ന ആ ഒരു ലോങ് ടേം ഇൻഫ്ലേഷണറി പ്രഷർ മനസ്സിലാക്കാൻ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, ആസ് ഇറ്റ് ഫിൽട്ടേഴ്സ് ഔട്ട് ദി ടെമ്പററി പ്രൈസ് ഷോക്സ്. ഓക്കെ, വിച്ച് ഈസ് മോസ്റ്റ്ലി റിഫ്ലക്റ്റഡ് ഇൻ ഫുഡ് ആൻഡ് ഫ്യൂൽ. സോ ഇത് കറക്റ്റായിട്ടുള്ള ഒരു അണ്ടർലൈങ് ഇൻഫ്ലേഷൻ ട്രെൻഡ്, സ്ഥിരമായിട്ടുള്ള ആ ഒരു പ്രൈസ് ഹൈക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കോർ ഇൻഫ്ലേഷനിലൂടെ സാധിക്കുന്നതാണ്. ഓക്കെ, സോ കോർ ഇൻഫ്ലേഷൻ ഇപ്പോൾ കറൻ്റ്ലി 4.1% ആണ്.
it is still moderate. Okay. സോ എന്തുകൊണ്ടാണ് ആ ഒരു ഇൻഫ്ലേഷൻ വളരെയധികം കുറവായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ സാധനങ്ങളുടെയൊക്കെ വിലയെ എഫക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ സാധനമാണ് ഈ ഒരു നമ്മുടെ മൺസൂണൊക്കെ അല്ലേ. നല്ലൊരു മൺസൂണും പിന്നെ വി ഹാവ് ഫുൾ റിസർവേഴ്സ്, അതായത് ഇപ്പോൾ ക്രോപ്സിന് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സപ്ലൈ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈസ് അധികം കൂടുന്നൊന്നുമില്ല, അത് കുറഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. അതൊരു കാരണമാണ്. ഓക്കെ. സോ ഒരുപാട് കാരണങ്ങളുണ്ട്. കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ ഈ നമുക്ക് ഈ ക്രോപ്പുകളുണ്ടല്ലോ, റാബി, കാരിഫ് ക്രോപ്പുകൾ. അപ്പോൾ ഈ കാരിഫ് സോയിങ് ഇറ്റ് ഈസ് വെരി സ്ട്രോങ്. ഓക്കെ. സോ വളരെ നല്ലൊരു പ്ലാന്റിങ് സീസൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഫോർ ദി ക്രോപ്സ് ലൈക്ക് റൈസ്, പൾസസ് ആൻഡ് ഓൾ. അതുകൊണ്ട് തന്നെ നല്ലൊരു സപ്ലൈ കിട്ടുന്നത് കൊണ്ട് പ്രൈസ് കുറഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഹൈ ബേസ് എഫക്റ്റ് ആണ്. ഓക്കെ. ലാസ്റ്റ് ഇയർ പ്രൈസസ് വളരെയധികം കൂടുതലായിരുന്നു. ഈവൺ ഇഫ് പ്രൈസസ് ആർ സ്റ്റേബിൾ നൗ, ഇയർ ഓൺ ഇയർ പെർസെൻറ്റേജ് ദി ഇയർ ഓൺ ഇയർ പെർസെൻറ്റേജ് ചേഞ്ച് ഇറ്റ് ലുക്ക് സ്മോളർ. ഓക്കെ. ഇപ്പോൾ കീ ഫുഡ് ഐറ്റംസിലുള്ള ഒരു ഡീഫ്ലേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ പ്രൈസ് ഏകദേശം 21% കുറവാണ്. ഓക്കെ. പൾസസിൻ്റെ കാര്യം ഏകദേശം അതേപോലെയാണ്. പ്രൈസ് ഏകദേശം ഒരു 14% കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇയറായിട്ട്. ഓക്കെ. ഒരു ഡിഫ്ലേഷൻ, പിന്നെ ഈ ഹൈ ബേസ് എഫക്റ്റും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാരിഫ് സോയിങ്ങും ഗുഡ് മൺസൂൺ പ്ലസ് ഫുൾ റിസർവേഴ്സും ഒക്കെ ഇതും ഓരോ കാരണങ്ങളാണ്. Okay, these are all the reasons why inflation is so low right now. Okay, there are other so many reasons. Okay, നമ്മൾ കുറച്ച് റീസൺസ് പറഞ്ഞേ ഉള്ളൂ. So that's it guys.